ഒരു ക്രൂര കൊലപാതകം നടത്തിയിട്ട് ആ കൊലപാതകം വീരവാദമായി പറയണമെങ്കിൽ ആ ക്രൂരതയുടെ അളവ്, അയാളുടെ മനോവൈകല്യം അത് എത്രത്തോളമാണെന്ന് മനസ്സിലാക്കുന്ന അത്തരത്തിലൊരു വാർത്തയാണ് ഇടുക്കിയിൽ നിന്ന് വരുന്നത്. ഇടുക്കിയിൽ തൊടുപുഴയിൽ ബിസിനസ് പങ്കാളി ബിജു ജോസഫിനെ കൊലപ്പെടുത്തിയത് ദൃശ്യം മോഡലിൽ നിന്ന് ഒന്നാം പ്രതി ജോമോന്റെ ഫോൺ സംഭാഷണം. കൃത്യം നടത്തിയതിനു ശേഷം സുഹൃത്തുക്കളോട് സംസാരിച്ചതിന്റെ ശബ്ദരേഖയാണ് പോലീസിന് ലഭിച്ചത്. ജോമോന്റെ ഭാര്യയുടെ അറസ്റ്റ് ഉടനുണ്ടാകും. അതിനിടെ ബിജുവിനെ തട്ടിക്കൊണ്ടുപോകുന്ന വാന്റെ ദൃശ്യങ്ങൾ 24-ന് ലഭിച്ചു. ബിസിനസ് പങ്കാളിയെ കൊലപ്പെടുത്തിയ ശേഷം ദൃശ്യം 4 പൂർത്തിയായി എന്നാണ് സുഹൃത്തുക്കളെ വിളിച്ച് കൊലപാതകി വീരവാദം പറഞ്ഞത്. കൃത്യമായി ആസൂത്രണം ചെയ്ത കൊലപാതകമാണ് തൊടുപുഴയിലെ ബിജു ജോസഫിന്റേതെന്ന് വ്യക്തമാക്കുന്നതാണ് പോലീസിന് ലഭിച്ച തെളിവുകൾ. കൊലപാതകത്തിന് ശേഷം ഒന്നാം പ്രതി ജോമോൻ സുഹൃത്തുക്കളോടും ബന്ധുവിനോടും സംസാരിക്കുന്ന ഫോൺ സംഭാഷണമാണ് പോലീസ് കണ്ടെടുത്തത്. ദൃശ്യം 4-ാം ഭാഗം നടത്തിയെന്നും ആര് വിചാരിച്ചാലും മൃതദേഹം കണ്ടെടുക്കാൻ പറ്റില്ലെന്നുമാണ് കൊലപാതകത്തിന് ശേഷം ജോമോൻ പലരെയും ഫോണിൽ വിളിച്ച് പറഞ്ഞത്. ജോമോന്റെ ശബ്ദം പോലീസ് തിരിച്ചറിഞ്ഞു. ശാസ്ത്രീയ പരിശോധന നടത്തി ശബ്ദം ആധികാരികമാണെന്ന് തെളിയിക്കേണ്ടതുണ്ട്. ഇതിനായുള്ള വോയിസ് ടെസ്റ്റ് ഉടൻ നടത്തും. കൊലപാതകത്തിന് ശേഷം ജോമോൻ ഫോണിൽ സംസാരിച്ചവരുടെ വിവരങ്ങളും പോലീസ് ശേഖരിച്ചു. പ്രതികളെ കൂടുതൽ ചോദ്യം ചെയ്യുന്നതിനായി നാളെ വീണ്ടും കസ്റ്റഡിയിൽ വാങ്ങും. ജോമോന്റെ ഭാര്യയുടെ അറസ്റ്റും ഉടനുണ്ടായേക്കും. ബിജു ജോസഫിനെ തട്ടിക്കൊണ്ടുപോകുന്നത് ഭാര്യയ്ക്ക് അറിയാമായിരുന്നുവെന്ന് അന്വേഷണ സംഘം വ്യക്തമാക്കി. അതിനിടെ ബിജുവിനെ തട്ടിക്കൊണ്ടുപോകാൻ ഉപയോഗിച്ച വാനിന്റെ ദൃശ്യങ്ങൾ 24-ന് ലഭിച്ചു. ബാംഗ്ലൂർ ജംഗ്ഷനിലൂടെ കടന്നുപോകുന്ന ഒമ്നി വാനിന്റെ ദൃശ്യങ്ങളാണ് ലഭിച്ചത്. നേരത്തെ ഈ വാൻ പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നു. 24 ഇടുക്കി.